ഞാൻ രാവിലെ വരാം. ശരി, ഇടയ്ക്ക് വിളിച്ചോളാം ഞാൻ. എന്താ ഹരി, ഒരു രഹസ്യം? മൈന പ്രസവിച്ചു അല്ലേ? കുട്ടി പെൺകുട്ടിയാണ്. ഹരി കണ്ടോ കുഞ്ഞിനെ? ഇല്ല. എന്തേ, വല്ല കോംപ്ലിക്കേഷൻസും? എന്തോ പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞേ. ഗൗരി, ഈശ്വരൻ ഇങ്ങനൊരു ചതിയിൽ പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ വീട്ടിൽ ഒരു ഉത്സവമായിരുന്നേനെ. എന്റെ മൈന ഒരമ്മയായതിന്റെ ആഘോഷം ഈ ലോകത്തെ മുഴുവൻ കുലുക്കി താഴെയിട്ടേനെ ഞാൻ. അറിയോ, ഇതിപ്പോ വെറും ഒരു അനാഥ പെണ്ണിനെ പോലെ ആളും പേരുമില്ലാതെ ഒരു ആശുപത്രിയുടെ നനവുള്ള ചുമര് പറ്റി എന്റെ മൈന കിടക്കുക. ഒരു പിഞ്ചു കുഞ്ഞു. ഈശ്വര. ഗൗരി, നമുക്ക് വളർത്തണം ആ കുഞ്ഞിനെ. പൊന്നും പറയും വെച്ച് കാതുകുത്ത് കല്യാണം നടത്തണം. അവൾക്ക് വേണ്ടതെല്ലാം അവൾ ആഗ്രഹിക്കും മുന്നേ വാങ്ങിക്കൊടുക്കണം. നമ്മുടെ അപ്പമ്മോടെ പോലെ സ്നേഹിക്കണം. ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. നമ്മുടെ മൈനയുടെ കുഞ്ഞാവള്. അവൾ ഒരിക്കലും ആരുമില്ലാത്തവളായി വളരരുത്. നീ നോക്കിക്കോ ഗൗരി, എനിക്കുള്ളതെല്ലാം ഇനി ആ കുഞ്ഞിനും കൂടി അവകാശപ്പെട്ടതാ. എന്താ ഹരി? ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം. ഇപ്പോഴല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്? സാരമില്ല, ഇവിടെ നിന്നിട്ടും ഇരുന്നിട്ടും എന്തോ വല്ലാതെ. പോയിട്ട് നീ വരുമോ? വരും. നീ കഴിച്ചോ, ഞാൻ വരാൻ കാക്കണ്ട. പിന്നെ മൈന അമ്മയെ വിവരം തൽക്കാലം ഇവിടെ ആരും അറിയണ്ട. മനസ്സിലായോ നിനക്ക്? അമ്മിണിയമ്മേ, അമ്മിണിയമ്മേ, നേരം വെളുത്തു. അല്ല, മോന് നില പോയില്ലായിരുന്നോ? ഏയ്, ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പോവാൻ തോന്നിയില്ല. വീട്ടിൽ ചെന്നില്ലെങ്കിൽ അന്വേഷിക്കില്ലേ? അച്ഛനും അമ്മയും വിഷമിക്കില്ലേ? അതിനിപ്പോ എന്നെ കാത്തു വെക്കാൻ അച്ഛനും അമ്മയൊന്നും ഇല്ല. അവരൊക്കെ അങ്ങ് പോയിട്ട് കാലം കുറയായി. അപ്പോ മോൻ തനിച്ചാണോ? ഏയ്, ചേച്ചി മുത്തശ്ശനുണ്ട്. അവരൊക്കെ മുത്തശ്ശന്റെ തറവാട്ട് വീട്ടിലേക്ക് പോയിരിക്കുക. അങ്ങ് കണ്ണൂരാ. അല്ല, മൈനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ. മോനെ രഘു, അണ്ണനെ ഞാൻ കാണാറുണ്ട്. പേടിക്കണ്ട, അണ്ണനെ മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഒക്കെ ശരിയാവും. നീ ചുമ്മാ ഇരിക്കുന്നുണ്ടോ? വിളിച്ചു പോവാതെ അവരിങ്ങോട്ട് വന്നോളൂ. അപ്പോ നീ അടി വാങ്ങുവേ. നിനക്ക് മിണ്ടാട് കഴിച്ചൂടെ? ഞാൻ മണിച്ചിട്ട് വന്നിട്ട് കഴിച്ചോളാം. അപ്പോ എത്ര നേരമായിട്ട് വിളിക്കുന്നു?
ആണോ? എന്നിട്ട് ഇവിടെ ആരും കേട്ടില്ലല്ലോ. എടുത്തിരിക്കുന്നില്ലേ? ആ, ഞാൻ ഹരി വന്നിട്ട് കഴിച്ചോളാം. എവിടെ പോയി ഹരിയേട്ടൻ? എവിടെ പോവാനാ? അവിടെ ഉണ്ടാവും. ഇങ്ങനെ നാണം ഇല്ലാണ്ടായ എന്ത് പറഞ്ഞിട്ട് എന്താ? ഈ ഗൗരിയെടുത്തിയാ പറയണ്ട. എന്ത് കണ്ടാലും ഇങ്ങനെ കണ്ണുടച്ച് സഹിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതൊക്കെ പണ്ട്. ഇക്കാലത്ത് ഇങ്ങനെയൊന്നും ആരും ഫേവർ ചെയ്യില്ല. നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എന്താ സിദ്ധു അങ്കിളെ മണിച്ചിട്ട് പറഞ്ഞ? പപ്പ എങ്ങോട്ട് പോയെന്നോ? മനസ്സേ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിന്റെ ഏട്ടൻ വന്നിട്ട് പറഞ്ഞാ പോരെ. കുട്ടിയിരിക്കണ കണ്ടില്ലേ? അതിന് കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം വേണം. അതിവൊക്കെ ഉണ്ടെങ്കിൽ ഇവൾ എന്നെ നന്നായനെ. അച്ഛന്റെ ഗുണം മോള് കേട്ട് വളരട്ടെ, അത് നല്ലതാ. ആ വഴി പോകത്തില്ലല്ലോ. നീ കഴിക്കും മനസ്സേ. ഇനി കഴിച്ചോണ്ടിരിക്കുമ്പോഴെങ്ങാനും വരുവോ? കണ്ടാ പിന്നെ അപ്പ തുടങ്ങും കണ്ണീരും മൂക്ക് പിടിച്ചിലുമായിട്ട് സ്നേഹാഭിനയം. വരാൻ വഴിയില്ല മനസ്സേ. ഹരിക്ക് വേണ്ടപ്പെട്ട ഒരാള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. അതുകൊണ്ട് പെട്ടെന്നൊന്നും വരില്ല. നീ സമാധാനായിട്ടിരുന്ന് കഴിക്കും. എന്താ രഘുവിന്റെ കൈ വിറച്ചു തുടങ്ങിയോ? അതോ നിന്റെ ആയുധത്തിന്റെ മൂർച്ച പോയോ? കാട്ടിക്കയറി പുലിയെ വെടിവെച്ച് പിടിക്കുന്ന രഘുവിന് നാട്ടിലിറങ്ങി ഒരു എലിയെ പിടിക്കാൻ ഭയം തോന്നുന്നോ? ഞാൻ നിന്നെ കുറിച്ച് അറിഞ്ഞത് എന്താണെന്ന് അറിയോ നിനക്ക്? രഘു ഒരു പണിയേറ്റാ പിന്നെ കാലിനേക്കാൾ കറക്റ്റ് ആണെന്നാ. ഇതിപ്പോ അതെ മാഡം, രഘുവിനെ അങ്ങനെ അങ്ങ് അരകല്ലേ കെട്ടല്ലേ. ഇവിടെ വന്നതിന് ശേഷമേ രഘുവിന് പിഴച്ചിട്ടുള്ളൂ. ആ പിഴവ് ഞാൻ തന്നെ മാറ്റിക്കോളാം. പിന്നെ നിങ്ങളുടെ കാശ് മോഹിച്ച് പണി അന്വേഷിച്ച് നാട്ടിൽ വന്നവനല്ല ഞാൻ. എന്നെ ചതിച്ചവനെ തേടി ഇറങ്ങിയതാ. അതിനിടെ നിങ്ങളൊരു കാര്യം പറഞ്ഞു, ഞാനതങ്ങ് ഏറ്റു. രഘു ഒരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. അതാ ശീലം. എന്നിട്ട് എവിടെ? അംബികയും മനോജും ഒക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഓ, മാഡത്തെ സമ്മതിക്കണം. ഓരോരുത്തർ ചത്ത് കിടക്കുന്ന കാണാൻ ഇത്രയും ആഗ്രഹമുള്ള വേറൊരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ മാഡം, നിങ്ങളുടെ ഗീതുമോളെ ആ ചെക്കനങ്ങ് കെട്ടിച്ചു കൊടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ പിന്നെ ആ അംബിക എന്ന് പറയുന്ന പെണ്ണും ആ ചെക്കനും ഒക്കെ കുറച്ചു കാലം കൂടി ഇവിടെ ജീവിക്കില്ലേ? അവരെ ജീവിപ്പിക്കാനല്ല, കൊല്ലാനാ ഞാൻ നിന്നെ ഏൽപ്പിച്ചത്. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും നീ ഇടപെടണ്ട. വേണ്ട, ഈ പണി ഞാൻ തീർത്തോളാം. പോരെ? തീർക്കണം ഉടനെ. കാര്യങ്ങളൊക്കെ എന്റെ കൈവിട്ട് പോയി തുടങ്ങി. ഇനി വൈകിക്കരുത്. ഞാൻ നോക്കിക്കോളാം. ആ, പിന്നെ എനിക്ക് കുറച്ച് കാശ് വേണം. കയ്യിലുണ്ടായിരുന്നൊക്കെ തീർന്നു. കൊടുത്തയക്കാം. പിന്നെ മാഡത്തിന്റെ ഇപ്പോഴത്തെ ആ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളുടെ കാശ് വാങ്ങിയിട്ട് മുങ്ങുമെന്ന് സംശയമുണ്ടല്ലേ? എങ്കിലത് വേണ്ട. കാശ് വേണമെങ്കിൽ ഇതാ ഇപ്പോ നിങ്ങളുടെ കഴുത്തിലൊരു കത്തി എടുത്ത് വെച്ചിട്ട് ഈ കാണുന്ന പൊന്നൊക്കെ എനിക്ക് എടുക്കാം. ഇല്ലെങ്കിൽ കത്തി ഞാൻ അവളുടെ, നിങ്ങളുടെ ഗീതമോടെ കഴുത്തിൽ വെക്കും. അടുത്ത സെക്കൻഡിൽ നിങ്ങൾ എന്റെ മുന്നിൽ വെക്കും ലക്ഷങ്ങൾ. എന്താ സംശയമുണ്ടോ? അത്ര ഊച്ചാളി പീസൊന്നും ഞാൻ ചെയ്യില്ല. മാനേജല്ലേ? പിന്നെ ഞാൻ ഇപ്പൊ ചോദിച്ച കാശേ എനിക്ക് വേണ്ട. ഇനി പണി കഴിഞ്ഞിട്ട് മതി പണം. മാനേജല്ലേ? ഇനി ഞാൻ എന്റെ കയ്യിലുള്ള മുത്തുകൾ ഇങ്ങനെ ആക്കുക. ലെഫ്റ്റോ റൈറ്റോ?
എന്തെന്നാ? ലെഫ്റ്റോ റൈറ്റോ ഏതാ തുറക്കേണ്ട പറ. റൈറ്റ്. ഇതെന്തോന്നാ? ഇതേ എണ്ണിക്കഴിയുമ്പോ ഒറ്റ സംഖ്യ വന്നാ മണിച്ചിട്ട് മങ്കി. ഓ, മണിച്ചിട്ടിന്റെ കയ്യിലത് എണ്ണുമ്പോ ഒറ്റ സംഖ്യ വന്നാ ഞാൻ മങ്കി. നീ മങ്കിയാണല്ലോ, പിന്നെന്താ? പിടിച്ചമോളെ. ഹലോ, ആ മദർ പറയൂ. ആ വരാം, ഇന്ന് തന്നെ വരാം. ഞങ്ങൾ റെഡിയാണ് മദർ. ഓക്കെ ഓക്കെ മദർ. എന്താ മണിച്ചിട്ടേ? അതേ, മനുച്ചിറ്റയ്ക്കും സിദ്ധു അങ്കിളിനും ഒരു കുഞ്ഞു വാവ് വരാൻ പോവാ. ആണോ? സിദ്ധു, നീ എവിടേക്കാ? ഒന്നുമില്ല, വെറുതെ. നീ ഒന്നും കഴിക്കുന്നില്ലേ? വേണ്ട. ദാ, ഈ ചായയെങ്കിലും കഴിച്ചിട്ട് പോ. വേണ്ട. വേണം. ഇതെങ്കിലും കഴിക്കാതെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. ദാ പിടിക്ക്. പിടിക്കാൻ. അപ്പോ ഗൗരിയടുത്തെ സിദ്ധാർത്ഥൻ അനുസരിക്കും അല്ലേ? ആ സ്നേഹമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ? ഹരിയോട് മാത്രമാണ് പിണക്കം. എനിക്കാരോട് പിണക്കമൊന്നുമില്ല, മറിച്ച് അപേക്ഷ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അതെ, എന്നെ ഒരു മനുഷ്യനായി കാണണമെന്നുള്ള അപേക്ഷ എനിക്കുണ്ട്. സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ. മറ്റുള്ളവർക്ക് ഇതൊക്കെ വെറും നേരം പോക്കുകളാവാം, പക്ഷേ എനിക്കിതൊക്കെ വലുതാ. അങ്ങനെ ചിലതൊക്കെ ഉള്ളതാ ഗൗരിയെടുത്തി. ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്താനുള്ള മരുന്ന്. മൈനെ ചെന്ന് കാണരുതെന്ന് ഹരി പറഞ്ഞത് സിദ്ധുവിന് വിഷമായില്ലേ? വിഷമമൊന്നല്ല അതിന് പറയേണ്ടത്. ഹരിയേട്ടൻ ഇങ്ങനെ വിലക്കുമ്പോ എനിക്ക് തോന്നുന്നത് സ്വയം കുത്തിമരിക്കാൻ ഓർഡർ ഇടുന്ന പോലെയാ. മാനസയുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ സിദ്ധു? മാനസയുടെ മൈനയുടെ നന്മ എന്ത് നന്മയെടുത്തി? ഏത് നന്മയ്ക്ക് വേണ്ടിയാ? എനിക്ക് മനസ്സിലാവുന്നില്ല അത്. മനസ്സിലാക്കണം സിദ്ധു. മാനസയെ കൈവിട്ട് കളയാൻ സമ്മതിക്കില്ല ഹരി. ഹരി മാത്രമല്ല, ഞാനും. അപ്പൊ മൈനയോ? എന്നെ പോലെ തന്നെ നിങ്ങളെല്ലാവരും അവളെയും കൈയൊഴിഞ്ഞു അല്ലേ? ചായ തണുത്തെടുത്തി. അതിനാണ് ഇച്ചിരി കൂടുതലാ. സിദ്ധു, മൈന പ്രസവിച്ചു. എന്താ പറഞ്ഞേ? മൈന പ്രസവിച്ചു. നീ ഒരു അച്ഛനാണിപ്പോ. സിദ്ധു, സ്നേഹഗിരിയിലെ മധുര. സിദ്ധു, സിദ്ധു കേൾക്കുന്നുണ്ടോ? സ്നേഹഗിരിയിലെ മധുര വിളിച്ചിരുന്നോ? നമുക്ക് ഉടനെ അങ്ങോട്ട് പോണം. സിദ്ധു, എന്താ അവിടെ എടുക്കുന്നേ? ഒന്ന് ഡോർ തുറക്ക്, ഞാനൊന്ന് പറയട്ടെ. സിദ്ധു, സിദ്ധു വാതിലൊന്ന് തുറക്കാൻ. സിദ്ധു, എന്താ അവിടെ ചെയ്യുന്നേ? സിദ്ധു, ഡോർ തുറക്ക്. സിദ്ധു, മണിച്ചിട്ട് എന്റെ മുത്തെല്ലാം താഴെ പോയി.
ഒന്ന് പറക്കി തരുമോ? ചുമ്മാതിരിക്കും മോളെ. സിദ്ധു, ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? മനസ്സാ, ഞാനിപ്പോ വരാം. സിദ്ധു, സിദ്ധു വേഗം വരണേ. കൊല്ലും ഞാൻ എല്ലാത്തിനെയും. റാസ്കൽസ്. നിനക്കൊന്നും അറിയില്ല ഞാൻ ആരാണെന്ന്. സാർ ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ എങ്ങനെയാണോ മിസ്സിംഗ് വന്നത്? നീയൊക്കെ എന്തിനാ ഇവിടെ? സാർ വേണ്ട, ഒരു സീൻ ഉണ്ടാക്കണ്ട. ഇവനോട് ഞാൻ ചോദിച്ചോളാം. നോ, എനിക്കറിയാം ഇവനെ കൊണ്ട് പറയിക്കാൻ. പറയടാ, നീയൊക്കെ ആർക്ക് വേണ്ടി അത് ചെയ്തത്? സാർ ഞങ്ങളോട് വയലന്റ് ആയിട്ട് എന്താ കാര്യം? ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ മതി. പറ. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയണം, ഇല്ലെങ്കിൽ പറയിക്കും ഞാൻ. ചോദിച്ച കേട്ടിടാം. കൊല്ലും ഞാൻ എല്ലാത്തിനും. എവിടെയെന്ന് പറ. പറയണം. ഹരിയേട്ടാ, എന്തിതൊക്കെ? എന്താ സംഭവിച്ചേ? എന്താ ഹരിയേട്ടാ, എന്താ സംഭവിച്ചേ? എന്താ സംഭവിച്ചത്? ഹരിയേട്ടാ, എന്താ കാര്യം? എന്താ മണിയമ്മേ, എന്താ ഇങ്ങനെയൊക്കെ? അമ്മണിയമ്മേ പറയ്, എന്റെ മൈന എവിടെ? എനിക്ക് അവളെ കാണണം. കുഞ്ഞെവിടെ? പറയേട്ടാ, എന്റെ കുഞ്ഞെവിടെ? സിദ്ധു, ഒന്നും പറയാൻ. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. സിദ്ധു, കുഞ്ഞ് മിസ്സിംഗ് ആണ്. എന്താ എന്താ പറഞ്ഞേ? കുഞ്ഞിനെ കാണുന്നില്ല. ആരോ
ദേ, കള്ളം പറയല്ലേ, എന്നെ പറ്റിക്കാൻ ശ്രമിക്കല്ലേ. പറ, എന്റെ കുഞ്ഞെവിടെ? സത്യോ, എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. മൈന പ്രസവിച്ച കുഞ്ഞിനെ കാണാനില്ല.